ഗുഡ് മോർണിംഗ് ഓൾ. സോ ടുഡേ ഇസ് ഡേ 2 ഇൻ ബാക്കു. അപ്പോൾ ഇന്നത്തെ പ്ലാൻസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം. നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അത്ര വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ജ്യൂസായിരുന്നു. എന്ത് ജ്യൂസാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഗ്രേപ്പോ ചെറിയോ അങ്ങനെ എന്തോ ഒന്നായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഓംലേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതാണ് കഴിച്ചത്, സാലഡ് ആൻഡ് ബ്രെഡ് ആൻഡ് ബട്ടർ, പിന്നെ ടൊമാറ്റോ വിത്ത് എഗ് സംതിങ് അങ്ങനെ എന്തോ ഒരു സാധനം. ഓക്കെ, അപ്പം നമ്മൾ ബാക്കുവിൽ ഇന്നലെ സ്റ്റേ ചെയ്തു. നൈറ്റൊക്കെ ആയിട്ട് ഓരോന്ന് കണ്ടു. ഇന്നിപ്പം നമ്മൾ ഗബാലയിലോട്ടാണ് പോകുന്നത്. ബാക്കുവിൻ്റെ ഗബാലയ്ക്കൊരു 5 to 6 hours സംതിങ് ഉണ്ട്. സോ ഇനി നമുക്ക് ഗബാലയിൽ എത്തിയിട്ട് കാണാം. ആൻഡ് നമ്മുടെ റോഡ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നൊഹർ ലേക്കിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ലേക്കാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാം. ഇതൊക്കെ അവിടെ പോയി കാണുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. ആൻഡ് ഞങ്ങൾ പോയ സമയം നല്ല മഴയായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി, പക്ഷേ ചില സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബോട്ടിങ്ങിന് ഞങ്ങൾക്ക് മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയില്ല. ക്ലൗഡ്സൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പം മഴ പെയ്യുന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു.
ഒത്തിരി നേരം വണ്ടിയിലിരുന്നു. ലാസ്റ്റ് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും കയറി ഫുഡ് കഴിച്ചേക്കാമെന്ന്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഞാൻ ഒരു ബർഗർ ഓർഡർ ചെയ്തു, കാരണം എനിക്കത് കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. അപ്പം മമ്മ എന്തോ ഒരു റൊട്ടിയും പിന്നെ എന്തോ ഒരു സാധനമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കതൊട്ടും ഇഷ്ടമായിട്ടില്ല. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമായി, ബർഗറും. പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റൈസും കബാബുമായിരുന്നു, ചിക്കൻ കബാബ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കബാബ് ആദ്യമായിട്ടായിരുന്നു കഴിക്കേണ്ടായിരുന്നത്. പിന്നെ അവരുടെ ബ്രെഡ് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡായിരുന്നു, അപ്പോൾ ബർഗർ കഴിക്കാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ടേസ്റ്റി. സോ നമുക്ക് നമ്മുടെ ഗബാലിലോട്ടുള്ള റോഡ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾ ഗബാലയിലെത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഗബാല ഗാർഡൻ ഹോട്ടലായിരുന്നു. ഞങ്ങളവിടെ എത്തിയപാടെ തന്നെ ഹോട്ടലിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, കാരണം ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ആൻഡ് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ രസമൊന്നും ഇല്ലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ സ്വെറ്റർ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഹോട്ടൽ നല്ല അടിപൊളിയായിരുന്നു, എല്ലാ ഭാഗത്തും മിറർ, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ആൻഡ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ സ്വിം ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ അറിയത്തൊന്നുമില്ല, അതുകൊണ്ടാണ് ഈ സൈഡിൽ മാത്രമായിട്ട് ഞാൻ സ്വിം ചെയ്യുന്നത്. കാരണം എനിക്ക് ശ്വാസം കിട്ടാതാകുമ്പോൾ പിടിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ അത്ര പ്രോ ഒന്നുമല്ല, പക്ഷെ എനിക്ക് സ്വിം ചെയ്യാൻ ഇഷ്ടമാണ്. ആൻഡ് അങ്ങനെ നമ്മൾ സ്വിം ചെയ്തു. ഞാൻ ആകെ ടയേർഡായി, ബോഡിയൊക്കെ പെയിൻ ഉണ്ടായിരുന്നു. കാരണം ഞാനങ്ങനെ അത് കുറേ മുമ്പ് ചെയ്തതാണ്, ഒരു 5th പഠിക്കുമ്പോൾ ചെയ്തായിരുന്നു. അല്ലല്ല, ഞങ്ങൾ 10th ടൂറ് പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയി, ഞാൻ ഫ്രഷായി, പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. ആൻഡ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഞാൻ Day 3 ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു ടുമോറോ.